വാക്യം വായിക്കാം. അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. നിങ്ങൾ ബൈബിൾ ഉള്ളവരെല്ലാം ബൈബിൾ കയ്യിലെടുത്ത് അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് വരാം. അതിൻ്റെ 13-ാം അധ്യായം എടുക്കാം. അതിൻ്റെ 39-ാമത്തെ വാക്യം വായിക്കാം. കൈകളിൽ ബൈബിളുള്ള ആളുകളെല്ലാം ബൈബിൾ തുറന്നേ. ഫോണിൽ ബൈബിളുള്ള ആളുകൾ കൂടെ നിന്നെടുത്തേ. എങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ വാക്യം ഒന്ന് വായിക്കാം. എല്ലാവരും കൂടെ ചേർന്ന് ആ വാക്യം ഒന്ന് വായിക്കാം. മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുമെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. നിങ്ങൾക്ക് എന്താണെന്ന് വല്ലതും മനസ്സിലായോ? മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും. എന്താണ് ഈ പറഞ്ഞ വാചകത്തിൻ്റെ അർത്ഥം? നിങ്ങൾ ബൈബിൾ എടുത്തോ, നിങ്ങൾ നോക്കിയേ. അതിനകത്ത് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? മോശയുടെ ന്യായപ്രമാണത്താൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും. മോശയുടെ ന്യായപ്രമാണത്താൽ നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു. നമ്മുടെ പ്രാർത്ഥനയിലേക്ക് കടന്നു വരുന്ന, അല്ലെങ്കിൽ വിശ്വാസത്തിലേക്ക് കടന്നു വരുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും ശക്തമായ അവരുടെ മനസ്സിനകത്ത് സ്വാധീനിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇന്നലകളിൽ അവർ ചെയ്തു പോയ കുറവുകളും തെറ്റുകളുമാണ് അവരുടെ ഉള്ളിൽ ഏറ്റവും ശക്തമായി സ്വാധീനിക്കുക. അവരുടെ ഉള്ളിൽ എപ്പോഴും വരുന്നൊരു ചിത്രമുണ്ട്, ഞാൻ ഇന്നലെ തെറ്റ് ചെയ്ത ആളാണ്, ഇന്നലെ എൻ്റെ ജീവിതത്തിൽ അബദ്ധങ്ങൾ വന്നയാളാണ്, ദൈവം എന്നോട് ക്ഷമിക്കുമോ എന്നൊരു ചിന്ത അവരെ എല്ലാവരുടെ ഉള്ളിലും ഭരിച്ചുകൊണ്ടിരിക്കും. എന്നാൽ വിശ്വാസത്തിൽ വന്നിട്ടും അങ്ങനെ ചിന്ത മാറാത്ത ആളുകളുണ്ട്. എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം ആ ചിന്ത പരിപൂർണമായി മാറിയ ആളുകളുമുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാമോ? എന്നാൽ വിശ്വാസത്തിൽ വന്നതിന് ശേഷം തങ്ങളുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കൊച്ചു കൊച്ചു തെറ്റുകൾ വരുമ്പോൾ ആ തെറ്റുകൾക്കകത്ത് നിന്ന് നമ്മൾക്ക് ഒരു തീരുമാനം ഉണ്ടാകും. ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് ഒരു അബദ്ധം വന്നു. ആ അബദ്ധത്തെ തിരുത്താൻ ശ്രമിച്ചു. കുറച്ച് കഴിഞ്ഞു വീണ്ടും അബദ്ധം ഉണ്ടായി. വീണ്ടും ആ കാര്യം തന്നെ ആവർത്തിച്ച് ചെയ്തു. വീണ്ടും തിരുത്താൻ ശ്രമിച്ചു, സാധിച്ചില്ല. മൂന്നാമത് ആ കാര്യം ചെയ്തു, തിരുത്താൻ ശ്രമിച്ചു, സാധിച്ചില്ല. നാലാമത് ചെയ്തു, തിരുത്താൻ ശ്രമിച്ചു, സാധിച്ചില്ല. പല പ്രാവശ്യം ചെയ്തു, തിരുത്താൻ ശ്രമിച്ചു, സാധിച്ചില്ല. തിരുത്താൻ ശ്രമിച്ചിട്ട് തിരുത്താൻ പറ്റാതെയാകുമ്പോൾ നമ്മുടെ അകത്ത് ഒരു ധാരണയുണ്ടാകും, ഇനി ഒരിക്കലും ഞാൻ മാറില്ല, എനിക്ക് മാറാൻ കഴിയില്ല, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ രക്ഷപ്പെടത്തില്ല, എനിക്ക് മാറ്റം വരത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഒരു മീറ്റിംഗ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. ആ മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വീണ്ടും തോന്നും, പ്രത്യാശ വരും, എനിക്ക് മാറാൻ പറ്റും. 1-2 ദിവസം നിങ്ങൾ മാറും. അത് കഴിഞ്ഞ് വീണ്ടും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും നിങ്ങൾ ആ പഴയ സ്ഥിതിയിലാകും, എനിക്ക് മാറാൻ പറ്റുന്നില്ല, എനിക്ക് സാധിക്കുന്നില്ല, എനിക്ക് രൂപപ്പെടാൻ പറ്റുന്നില്ല. ആ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ ഭരിക്കാൻ തുടങ്ങിയാൽ പിന്നീട് നമ്മുടെ ഉള്ളിൽ വരുന്ന ഏറ്റവും വലിയ ഭയം ദൈവം എന്നെ അക്സെപ്റ്റ് ചെയ്യുമോ എന്നതാണ്. ഒരു പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ അവരുടെ ഉള്ളിൽ ഏറ്റവും വലിയ ചിന്ത, ദൈവം എന്നെ സ്വീകരിക്കത്തില്ല, ദൈവത്തിന് എന്നെ ഇഷ്ടമാകുകയില്ല എന്ന ചിന്തയോടു കൂടെയാണ് പലപ്പോഴും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ഉറക്കെ കരയും, കർത്താവേ എന്നോട് ക്ഷമിക്കണേ, ഞാൻ നന്നാവും നോക്കിയിട്ട് പറ്റുന്നില്ല, ഞാൻ എന്താ നന്നാവാത്തത്, ഞാൻ എന്താ ശരിയാവാത്തത് എന്നൊരു ചിത്രം നമ്മുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു ഭയം നമ്മുടെ ഉള്ളിൽ ഭരിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ആരോടും ഞാൻ കൈ ഉയർത്താനൊന്നും പറയുന്നില്ല. ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം ദൈവകൃപയുള്ള ആളുകളാണെന്ന് എനിക്കറിയാം. ഞാനിന്ന് ഞായറാഴ്ച വിശ്വാസികളോടാണ് സംസാരിക്കുന്നതെന്നറിയാം. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം. ഞാൻ യേശുവിനെ അറിഞ്ഞപ്പോൾ എൻ്റെ ലൈഫിൽ നിന്ന് 3 പ്രധാന ചിന്തകൾ, ദോഷ സ്വഭാവങ്ങൾ മാറി. ഞാൻ പാൻപരാഗ് ഉപയോഗിക്കുമായിരുന്നു, ഷംപു വായി വയ്ക്കുമായിരുന്നു, മദ്യപിക്കുമായിരുന്നു, റെഗുലറായിട്ട് സിഗരറ്റ് വലിക്കുമായിരുന്നു, ചില ശീലങ്ങൾക്ക് അടിമയായിരുന്നു ഞാൻ. യേശുവിലേക്ക് വന്നപ്പോൾ എനിക്കുണ്ടായ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് ആ സ്വഭാവ ദൂഷ്യങ്ങൾ ഒരു ദിവസം കൊണ്ട് നിന്നുപോയി. പിന്നീട് ഞാൻ മദ്യപിച്ചില്ല, പിന്നീട് ഞാൻ കള്ളുകുടിച്ചില്ല, അല്ലെങ്കിൽ പുകവലിച്ചില്ല, പിന്നീട് ഞാൻ പാൻപരാഗ് പോലുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്നിലെ ചില കാര്യങ്ങൾ കൂടെ മാറാനുണ്ട്. അതിലൊരു പ്രധാന കാര്യമായിരുന്നത്
എൻ്റെ ഇമോഷൻസ് ആയിരുന്നു, എൻ്റെ വികാരങ്ങളായിരുന്നു. എൻ്റെ ഉള്ളിൽ ഒരാളെ കാണുമ്പോൾ തെറ്റായ ആഗ്രഹങ്ങൾ വരും, തെറ്റായ ചിന്തകൾ വരും. ഒരു പെൺകുട്ടിയെ കണ്ടാൽ, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ചിത്രം കണ്ടാൽ നമ്മുടെ ഉള്ളിലേക്ക് തെറ്റായ ആഗ്രഹങ്ങൾ വരുമായിരുന്നു. ഞാൻ പലപ്പോഴും അതിനെ മറികടക്കാൻ ശ്രമിക്കുമായിരുന്നുവെങ്കിലും, അതിൽ നിന്ന് പുറത്തു വരാൻ ശ്രമിക്കുമായിരുന്നുവെങ്കിലും, ആ പരിശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും ആ പഴയ സ്ഥിതിയിലേക്ക് മടങ്ങി വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ വിശ്വാസത്തിൽ വന്നപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ സ്ട്രഗിൾ ചെയ്തത് എൻ്റെ ഉള്ളിലെ ഇമോഷനിൽ നിന്ന് രക്ഷപ്പെടാനായിരുന്നു. എൻ്റെ വൈകാരിക ആഗ്രഹങ്ങളിൽ നിന്ന് പുറത്തു വരാനായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ സ്വഭാവത്തിൽ നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഞാൻ എല്ലാ ദിവസവും ദൈവത്തോട് കരയും, കർത്താവേ എന്താ ഞാൻ ഇങ്ങനെ, ഞാനെന്താ രക്ഷപ്പെടാത്തത്, ഞാനെന്താ മാറാത്തത് എന്ന് സ്വയം കരയുമായിരുന്നു. നിങ്ങളെങ്ങനെയാണോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ അങ്ങനെയായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ സ്ട്രഗിൾ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, എനിക്കങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ മാറാൻ പരിശ്രമിക്കുന്നതനുസരിച്ച് എനിക്ക് മാറാൻ പറ്റുന്നില്ല എന്നെനിക്ക് മനസ്സിലാകാൻ തുടങ്ങി. ഞാൻ സ്വയം പറയുമായിരുന്നു, ഞാനിന്ന് ആളുകളുടെ മുമ്പിൽ മദ്യപാനം മാറിയ സാക്ഷ്യം പറയുമായിരുന്നു. ഞാൻ സ്വയം ഉള്ളിൽ ചിന്തിക്കുമായിരുന്നു, ഈ സാക്ഷ്യം പറയുന്നത് ഞാൻ ഇപ്പോഴും ശരിയായിട്ട് മാറിയിട്ടില്ല, പിന്നെന്തിനാ ഞാൻ സാക്ഷ്യം പറയുന്നത് എന്ന് സ്വയം ചിന്തിക്കുമായിരുന്നു. എന്നാൽ സാക്ഷ്യം പറഞ്ഞത് കേട്ടിട്ട് വേറൊരാളെയും കൂടെ എന്നെ വിളിച്ചുകൊണ്ടുപോയി. ഞാൻ അല്പമായി പറഞ്ഞാൽ എനിക്ക് സാക്ഷ്യം പറയുന്ന കാര്യത്തെക്കുറിച്ച് മടുപ്പ് വരാൻ തുടങ്ങി. ഞാൻ നന്നായിട്ടില്ലല്ലോ, ഞാൻ നന്നാവുന്നതിനായി പറയുന്നേ എന്ന് സ്വയം തോന്നുമായിരുന്നു. കുറച്ച് കഴിയുമ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല, ഞാൻ മാറത്തില്ല. കുറച്ചും കൂടെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ പള്ളിയിൽ പോയിട്ടൊരു കാര്യമില്ല. ഞാൻ പള്ളിയിൽ പോയിട്ട് ഇങ്ങനെ അവിടെ ഇരിക്കുക എന്നല്ലാതെ എൻ്റെ സ്വഭാവത്തിൻ്റെ ഉള്ളിലെ ആർക്കും അറിയത്തില്ല, എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു മാറ്റമില്ല എന്ന് എന്നെ നന്നായി ഭരിക്കാൻ തുടങ്ങി. ഞാനെന്തിനാ ഇങ്ങനെ പറയുന്നതെന്ന് അറിയാവോ? ചില കാര്യങ്ങൾ നമ്മൾ പുറമെ എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. പക്ഷെ നമ്മുടെ മനസാക്ഷിയും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ചിന്തകളും ഞാൻ പുറമേ ഉള്ളതുപോലെ അല്ല എന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ, അയാൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുമ്പോഴും അയാളുടെ മനസാക്ഷിക്ക് അതൊരു കുത്തൽ വരും. ഞാൻ എന്താ ഇങ്ങനെ, പുറമേ എല്ലാവരുടെ മുമ്പിൽ ഞാൻ നല്ലതാ, പക്ഷെ അകം ഞാൻ നല്ലതല്ല എന്നൊരു കുത്തൽ വരും. എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു, ഞാൻ അങ്ങനെയായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കൊരു ബൈബിളിലൊരു വാക്യത്തിലേക്കും കൂടെ വരാം. അത് എബ്രായ ലേഖനത്തിലാണ്, 10-ാം അധ്യായമാണ്, അതിന് 1 മുതലുള്ള വാക്യങ്ങളാണ്. ഞാൻ ആ വാക്യം ഒന്ന് വായിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലില്ലാതെ കാര്യങ്ങളുടെ സാക്ഷാൽ സ്വരൂപമല്ലാകൊണ്ട് ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന ഇതേ യാഗങ്ങളിൽ അടുത്തു വരുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്തുവാൻ കഴിയുന്നുള്ളതല്ല. നിങ്ങൾക്കിത് മൊത്തം മനസ്സിലായില്ലെന്ന് വരാൻ കുഴപ്പമില്ല, മനസ്സിലാക്കാനാണല്ലേ ഞാൻ പ്രസംഗിക്കാൻ നിൽക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനാണ്. എന്താണ് എഴുതിയിരിക്കുന്നത് ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാട്ടെ. മോശയുടെ കാലഘട്ടത്തിൽ നമ്മൾ തെറ്റ് ചെയ്താൽ ആ തെറ്റ് ചെയ്തയാള് ഒരു യാഗം കഴിക്കണമായിരുന്നു. ആ യാഗം കഴിച്ചു കഴിയുമ്പോൾ ആ യാഗത്തിൻ്റെ, ആ കുഞ്ഞാട്ടിൻ്റെ രക്തം എടുത്ത് നമ്മുടെ മേൽ തെളിക്കും. എന്നിട്ട് അയാൾ വിശുദ്ധനായി പ്രഖ്യാപിക്കും. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നതുണ്ടോ, അയാൾ പുറമേ വിശുദ്ധനായി പ്രഖ്യാപിക്കുമ്പോഴും അയാളുടെ മനസാക്ഷിയിലെ കണ്ടോ, അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ, ആണ്ടുതോറും ഇടവിടാതെ കഴിച്ചു വരുന്ന യാഗങ്ങളാൽ അടുത്തു വെക്കുന്നവർക്ക് സൽഗുണപൂർത്തി വരുത്താൻ കഴിഞ്ഞില്ല. കാരണം പുറമേ ആളുകളുടെ മുമ്പിൽ അയാൾ വൃത്തിയുള്ള ആളാണ്, വിശുദ്ധനാണ്. പക്ഷേ ആകമേ ആർക്കും വിശുദ്ധീകരണം നടക്കാൻ കഴിഞ്ഞില്ല. ഓരോ വർഷവും യാഗം നടന്നു, ഓരോ വർഷവും ഇയാളുടെ മേൽ രക്തം തെളിച്ചു. ആ പാപങ്ങളെല്ലാം ക്ഷമിക്കപ്പെട്ടു എന്നല്ല, മറയ്ക്കപ്പെട്ടു. ക്ഷമിക്കുകയും മറയ്ക്കുകയും രണ്ടിൽ വ്യത്യാസമുണ്ട്. പാപങ്ങളെല്ലാം മറയപ്പെട്ടു, രക്തം അവരുടെ പാപം മറച്ചു. ആ പ്രാവശ്യവും ആ ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷേ അയാളുടെ മനസാക്ഷി ദൈവത്തിൽ നിന്നാകുന്നാണ് ഇരുന്നത്. അടുത്ത വാചകം കൂടെ വായിക്കാവോ? അല്ലെങ്കിൽ ആരാധനക്കാർക്ക് ഒരിക്കൽ വിശുദ്ധി വന്നതിന് ശേഷം പാപങ്ങളെക്കുറിച്ചുള്ള മനോബോധം ഇല്ലാതെ കൊണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ അകത്തു നിന്ന് പാപത്തെക്കുറിച്ചുള്ള മനോബോധം കളയാൻ പഴയ നിയമ യാഗങ്ങൾക്ക് കഴിഞ്ഞില്ല. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നേ. എന്ന് പറഞ്ഞ്
ഇപ്പം ഞാനും നിങ്ങളും അനുഭവിക്കുന്ന അതേ അനുഭവത്തിലായിരുന്നു പഴയ നിയമത്തിലെ ആളുകൾ ജീവിച്ചിരുന്നത്. അവർക്ക് പുറമേ വിശുദ്ധീകരണം നടന്നു, പക്ഷെ അകത്ത് പരിപൂർണമായി അവർക്ക് മാറാൻ കഴിഞ്ഞില്ല. യേശു വന്നത് എന്തിനാന്ന് നിങ്ങൾ ചോദിച്ചാൽ, പുറമേയുള്ള എൻ്റെ അശുദ്ധി മാറ്റാനല്ല, പകരം എൻ്റെ അകത്ത് എനിക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് തോന്നുന്ന സ്ഥലത്ത് നമ്മളെ രക്ഷിക്കാനാണ് യേശു കടന്നു വന്നത്. ആമേൻ. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാൽ. നമ്മുടെ പ്രശ്നം എങ്ങനെയാന്ന് ചോദിച്ചാൽ, നമുക്ക് ഈ പുറമേ ഉള്ളത് നമ്മൾ മനുഷ്യരുടെ മുമ്പിൽ നമ്മൾ നല്ലതായിട്ട് വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്, പക്ഷെ അഴുക്ക് നമ്മുടെ അകത്താണുള്ളത്. മനുഷ്യർക്ക് ആർക്കും അത് മനസ്സിലാവത്തില്ല. ഞാനൊരാൾ നോക്കുന്നത്, ആ ആളുമായിട്ട് തെറ്റായി ചിന്തിക്കുന്നത് വേറെ ആർക്കും പിടികിട്ടത്തില്ല, എനിക്ക് മാത്രമേ മനസ്സിലാവത്തുള്ളൂ. ആർക്കും മനസ്സിലാവാൻ? എൻ്റെ ഹൃദയം ആർക്കും പിടികിട്ടാനാ? എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ പറഞ്ഞാട്ടെ. പക്ഷെ ആ അഴുക്ക് സ്വഭാവത്തിൽ നിന്ന്, ആ അഴുക്ക് ചിന്തയിൽ നിന്ന് എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയുന്നില്ല എന്നും മനുഷ്യർക്ക് രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നും ദൈവത്തിന് മനസ്സിലായി. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. ഉൽപ്പത്തി പുസ്തകം എടുക്കാം, 6-ാം അധ്യായം എടുക്കാം, അതിന് 3-ാമത്തെ വാക്യം വായിക്കാം. ഉൽപ്പത്തി 6-ന്റെ 3-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അപ്പോൾ യഹോവ മനുഷ്യനിൽ എൻ്റെ ആത്മാവ് സദാകാലവും വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. മനുഷ്യനിൽ തന്റെ ആത്മാവ് സദാകാലം വാദിച്ചുകൊണ്ടിരിക്കുകയില്ല. അവൻ ജഡം തന്നെയല്ലോ എന്ന് പറഞ്ഞു. അടുത്ത വാക്ക്, അവന്റെ കാലം 120 സംവത്സരമാണ്. ഞാൻ ഇതിന് ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ച് കേട്ടാട്. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 3-ാമത്തെ വാക്യം. ആമേൻ. Then the Lord said, my spirit shall not strive and remain with the forever, because he is indeed. Nevertheless his days shall be 120 years. ഇനി അതിന് 5-ാമത്തെ വാചകം വായിക്കാവോ? ലോർഡ് സാ, വായിച്ചാട്ടെ മോനെ. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും, ശ്രദ്ധിച്ചോണേ, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലുതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും, എല്ലാവരും പറഞ്ഞേ, ഹൃദയവിചാരത്തിന്റെ നിരൂപണങ്ങളൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ആമേൻ. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ എന്ന് വായിക്കാം. The Lord saw that the wickedness of man great on the earth, and that every imagination or intent of his thoughts of his heart were only evil continually. ഇംഗ്ലീഷ് വായിച്ചാൽ കുറച്ചും കൂടെ നല്ലതായിട്ട് മനസ്സിലാവും. അവിടെ എഴുതിയിരിക്കുക, അവൻ്റെ സ്വപ്നങ്ങൾ, അവൻ്റെ ഇമാജിനേഷനുകൾ, അവൻ്റെ ചിന്തകൾ മുഴുവനും മോശമായി തുടരുന്നതാണെന്ന് ദൈവത്തിന് മനസ്സിലായി. എന്നാ എന്ന് പറഞ്ഞേ, നമ്മുടെ ചിന്തകൾ മോശം സങ്കല്പങ്ങളും മോശം ചിന്തകളും നിറഞ്ഞതെന്ന് മാത്രമല്ല, തുടർമാനം അങ്ങനെയുള്ളതാണെന്ന് ദൈവത്തിന് മനസ്സിലായി. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. എൻ്റെ കൂടെ കരമുയർത്തിയിട്ട് പറഞ്ഞേ, എൻ്റെ ചിന്തകളും എൻ്റെ സങ്കല്പങ്ങളും തുടർമാനമായി മോശമാണെന്ന് ദൈവത്തിന് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? അടുത്തിരിക്കുന്നവരുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, നിന്റെ ചിന്തകളും സങ്കല്പങ്ങളും തുടർമാനമായി മോശമാണെന്ന് ദൈവത്തിന് മനസ്സിലായി. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. അപ്പൊ പുറമേ അല്ല ദൈവം നോക്കുന്നത്, നിങ്ങളുടെ ആഗമയാണ് ദൈവം നോക്കുന്നത്. പഴയ നിയമത്തിലെ യാഗങ്ങൾ കൊണ്ട് പുറമേ ഒരാളെ വിശുദ്ധീകരിക്കാൻ പറ്റി, പക്ഷെ ഈ അകത്തെ സ്വഭാവം ആർക്കും മാറ്റാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ പഴയ നിയമത്തിലെ നിയമങ്ങൾ കൊണ്ട് വിശുദ്ധീകരിക്കാൻ കഴിയാത്തതിലൊക്കെയും ആരെങ്കിലും യേശുവിൽ വിശ്വസിച്ചാൽ അയാളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ബൈബിൾ പറഞ്ഞത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞേട്ടെ. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിടുന്നു പറഞ്ഞേ, ബിജു വന്നേ ഇവിടെ നിന്നേ. നോക്ക, ഈ പുറമേ കാണുമ്പോൾ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് ഇരിക്കുക, നല്ല വേഷമായിട്ടിരിക്കുന്നേ, കണ്ട യാതൊരു കുഴപ്പമില്ല. ഇയാളെ പുറമേ ഉള്ള എല്ലാ കാര്യത്തിലും ഇയാൾ വിശുദ്ധനാണ്. പക്ഷേ ഈ മനുഷ്യന്റെ ചിന്തകൾ ആളുകൾക്ക് പിടികിട്ടുന്നില്ല. ഇയാളുടെ ചിന്തകൾ, ഇയാളുടെ സങ്കല്പങ്ങൾ. ഞാൻ പണ്ട് സിനിമയ്ക്ക് പോകുമ്പോഴേ മോഹൻലാലും പാർവതിയും കൂടെ ആയിരിക്കും ഡാൻസ് കളിക്കുന്നത്.
പക്ഷെ കുറച്ച് കഴിയുമ്പോൾ പാർവതിയുടെ സ്ഥലത്ത് മോഹൻലാലിൻ്റെ സ്ഥലത്ത് ഞാൻ കയറി നിൽക്കും. ഞാനും പാർവതി ആയിരിക്കും ഡാൻസ് കളിക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം പാർവതിക്ക് മോഹൻലാൽ ഉമ്മ കൊടുക്കുമ്പോൾ കൂട്ടത്തിൽ ഞാനും കൊടുക്കുമായിരുന്നു. നമ്മുടെ സങ്കല്പങ്ങൾ അങ്ങനെയാണേ. നിങ്ങളൊന്നും അത്ര കുഴപ്പമുള്ള ആൾക്കാരല്ല, ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നു. അവളെ കെട്ടിപ്പിടിക്കുമ്പോൾ ഞാനും അറിയാതെ കെട്ടിപ്പിടിക്കും. അതുകൊണ്ട് കെട്ടിപ്പിടിക്കുന്ന സിനിമകൾ മാത്രം കാണാനായിരുന്നു ഇഷ്ടം. അവരെ അങ്ങനെ ചെയ്യുന്നത് സമയത്ത് ഞാൻ അതങ്ങ് സങ്കല്പിക്കും. എൻ്റെ ഉള്ളിലൂടെ അത് മുഴുവൻ അങ്ങനെ ഓടും. ആർക്കാ മനസ്സിലാവുന്നത് ഞാൻ ആരെയാ ചിന്തിക്കുന്നതെന്ന്? ആർക്കാ പിടികിട്ടുന്നത് ഞാൻ ആരെക്കുറിച്ച് വിചാരിക്കുന്നതെന്ന്? ഒരാൾക്ക് മനസ്സിലാവില്ല. പക്ഷെ ദൈവത്തിന് മനസ്സിലായി, ഇവന്റെ ചിന്തയാണ് പ്രശ്നം. ഇവൻ പുറമേയൊക്കെ വൃത്തിയാ, ഇവന്റെ ചിന്തയാണ് പ്രശ്നം. ഇവൻ രക്ഷപ്പെടണമെങ്കിൽ പുറമേ വൃത്തിയാക്കിയിട്ട് കാര്യമില്ല, ആകമേ വൃത്തിയാക്കിയിട്ടേ കാര്യമുള്ളൂ. എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അപ്പൊ യേശു വന്നത് നിങ്ങളുടെ പുറമേ രക്തം കൊണ്ട് കഴുകാനല്ല, പകരം നിങ്ങളുടെ ആകത്തെ ചിന്താഗതികൾ, നിങ്ങളുടെ ആകത്തെ സ്വപ്നങ്ങൾ, നിങ്ങളുടെ ആകത്തെ സങ്കല്പങ്ങൾ, തുടർമാനമായി നിങ്ങളുടെ ഉള്ളിലുള്ള അഴുക്ക് സ്വഭാവം, അവയിൽ നിന്ന് എന്നേക്കുമായി മോചനം തരാനാണ് യേശു വന്നത്. ഒന്ന് കൈകളടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കള്ളുകൂടി മാറി ശരിയാണ്, പുകവലി മാറി ശരിയാണ്, മറ്റു ദുശീലങ്ങൾ മാറി ശരിയാണ്. പക്ഷേ എൻ്റെ സങ്കല്പങ്ങൾ മാറിയില്ല, എൻ്റെ ചിന്തകൾ മാറിയില്ല, എൻ്റെ ആഗ്രഹങ്ങൾ, മോശമായ ആഗ്രഹങ്ങൾ മാറിയില്ല. ആ മാറ്റം തരേണ്ടതിനാണ് വാസ്തവത്തിൽ യേശു ഈ ലോകത്തിലേക്ക് വന്നത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ മേശയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട ചിത്രം എന്നാണെന്നറിയോ? അയ്യോ, ഞാൻ തെറ്റ് ചെയ്തു, കർത്താവേ എന്നോട് ക്ഷമിക്കണേ. അതൊക്കെ ചെയ്യുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, ഈ മേശ പറയുന്നത് നിങ്ങളുടെ പുറമേയുള്ള അഴുക്കല്ല, ആകമേയുള്ള അഴുക്കിനെ വിശുദ്ധീകരിക്കാനാണ് യേശു മരിച്ചതെന്ന് പറയുന്നതാണ് ഈ മേശ. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറ, പുറമേയുള്ള അഴുക്കല്ല, ആകമേയുള്ള അഴുക്കിനെ മാറ്റാൻ കഴിയേണ്ടതിനാണ് യേശു വന്നത്. അതുകൊണ്ട് ഇതിനെ എന്ത് വിളിച്ചത്? ഗുഡ് ന്യൂസ് എന്ന് വിളിച്ചത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഇങ്ങോട്ടൊന്ന് വന്ന് തന്നേ. ഒരു വടിയോ കമ്പോ അങ്ങനെ തരാമോ? ആ കമ്പം തന്നിടോ. ഓടക്കൊഴിൽ മതിയിടാ, കുഴപ്പമില്ല. വലിയ ഓടക്കൊഴിലതാ. ഇവനെ അടിക്കാൻ വലിയത് വേണമെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ കൂടെ ഉണ്ട്, ഒരു ഹല്ലേലൂയ പറയാമോ? ഈ പുറമേ വിശുദ്ധനായ ആളുടെ ആകം എന്താന്നാ പറഞ്ഞേ? അഴുക്കാണ്. പറ. നമ്മുടെ എല്ലാവരും കയ്യിൽ അഴുക്കുണ്ട്. അപ്പൊ നമ്മൾ പള്ളി വരുമ്പോ നമ്മുടെ വിചാരം എന്നാന്നറിയോ? ദൈവം എങ്ങനെ അടിക്കാൻ നിൽക്കുക നമ്മളെന്നെ. രണ്ട്, അടിക്കാൻ നിൽക്കുക എന്ന് മാത്രമല്ല, എന്നെ ദൈവം അടിച്ചതിൻ്റെ ഫലമാണ് രോഗം, അടിച്ചതിൻ്റെ ഫലമാണ് വേദന, അടിച്ചതിൻ്റെ ഫലമാണ് തകർച്ച എന്ന് നമ്മുടെ തലയിൽ കിടക്കുക. ഒരു നല്ല ഹല്ലേലൂയ. താങ്ക് യു വെരി മച്ച്. വല്ല മനസ്സിലായോ ഞാൻ പറഞ്ഞേ? അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് പറയുമ്പോൾ നമ്മൾ ദൈവത്തോട് പറയുന്നത് എന്നാന്നറിയോ? ദൈവമേ, ഇനി എന്നെ തല്ലല്ലേ, ദൈവമേ ഇനി എന്നെ ശിക്ഷിക്കല്ലേ. നല്ല ഹല്ലേലൂയ പറയാത്ത എന്താ? അതാ നമ്മുടെ തലയിലുള്ളത്. പക്ഷെ യേശു വന്നത് നിങ്ങളെ ശിക്ഷിക്കാനല്ല. യേശു വന്നത് നിങ്ങളെ കൊണ്ട് സ്വയം നന്നാകാൻ കഴിയുന്നില്ലെന്ന് യേശുവിന് മനസ്സിലായപ്പോ നിങ്ങളെ കൈപിടിച്ച് സഹായിക്കാനാണ് യേശു വന്നത്. ആ വടിയൊന്നും കൂടെ തന്നേടാ, അവിടെ കൊള്ളൊന്നും കൂടെ തന്നേ. അത് ശരി, നീ നന്നാവുന്നില്ല അല്ലേ, അന്നാ ഇരിക്കട്ടെ എന്ന് പറയാനല്ലേ യേശു വന്നത്. നിങ്ങളെന്താ കൈയടിക്കാത്ത? എത്ര പ്രാവശ്യം പറഞ്ഞടാ നീ നന്നാവണമെന്ന്. ഇത് നീയും നിന്റെ അപ്പനും, നീ നിന്റെ അമ്മയും, നീ നിന്റെ ടീച്ചറും തമ്മിലുള്ള ബന്ധമാണ്. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടോ? കേൾക്കാത്ത? എന്താടാ കേൾക്കാത്ത? അങ്ങനെ പറയുന്നത് നീ നിന്റെ ടീച്ചറും, നീ നിന്റെ അച്ഛനും, നീ നിന്റെ അമ്മയും ഒക്കെയാണ് അങ്ങനെ പറയുന്നേ. എന്നാൽ യേശു വടിയെടുക്കാനല്ല വന്നത്, നിന്നെ രക്ഷിക്കാനാണ് വന്നത്.
ഒരു നല്ല ഹല്ലേലൂയ പറ. ഹല്ലേലൂയ. യേശു അടിക്കാനല്ല വന്നത്. നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ ഭാരപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെ വരാം, ഞാൻ നിന്നെ പിടിക്കാം, വീഴാതെ കരുതാം, തെറ്റാതെ സൂക്ഷിക്കാം, വീഴാതെ സഹായിക്കാം എന്ന് പറയാനാ വന്നത്. അതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിച്ചു, തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു, വിശ്വസിക്കുന്ന എല്ലാവരെയും രക്ഷിക്കാൻ അവൻ തയ്യാറായി എന്ന് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അടി പ്രതീക്ഷിച്ചിരിക്കുന്നവർ അടി കിട്ടുന്നുമില്ല, അടി പ്രതീക്ഷിച്ച പലരും ഇരിക്കുന്നത്. എപ്പോഴാണോ ഇനി ദൈവനെ തല്ലുന്നേ? ഈ കടം മാറാത്തതിന്റെ കാരണം എന്നാന്നറിയോ? ഞാനിതുവരെ നന്നായിട്ടില്ല. എന്റെ പാണ്ട് മാറാത്തതിന്റെ കാര്യം എന്നാന്നറിയോ? ഞാനിതുവരെ നന്നായിട്ടില്ല. ഞാൻ മാറാത്തതിന്റെ കാര്യം എന്തുവാ? ഞാനിതുവരെ നന്നായിട്ടില്ല. ഞാൻ എന്ന് നന്നാവോ? ഞാൻ എന്ന് അങ്ങനെ എവിടെ ഇരിക്കുന്ന പലരും ചിന്തിക്കുന്നേ. താങ്ക് യു. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്തിട്ട് പറഞ്ഞേ, യേശു നിന്നെ തല്ലാനല്ല വന്നത്, യേശു നിന്നെ തല്ലാനല്ല വന്നത്, യേശു നിന്നെ കൊല്ലാനല്ല വന്നത്, യേശു കൊല്ലാനല്ല വന്നത്, യേശു നിന്നെ അടിക്കാനല്ല വന്നത്, യേശു നിന്നെ അടിക്കാനല്ല, യേശു നിനക്ക് രോഗം തരാനല്ല വന്നത്, യേശു രോഗം തരാനല്ല, യേശു നിന്നെ തകർച്ചയിലൂടെ വിടാനല്ല വന്നത്, നിന്നെ തകർച്ചയിലൂടെ പകരം രക്ഷിക്കാനാണ് വന്നത്. നിന്നെ രക്ഷിക്കുവാനത്രേ വന്നത്. ഒന്ന് കൈ അടിച്ചുകൊണ്ട് ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. രക്ഷിക്കാൻ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അവന്റെ പേര് രക്ഷകൻ എന്നായത്. അവന്റെ പേരെന്താണ്? എന്നൊക്കെ പറഞ്ഞേ. നീ എന്തെല്ലാം തിന്മ ചെയ്തിട്ടാണ് ഇരിക്കുന്നതെങ്കിലും അവന് നിന്നെ രക്ഷിക്കാൻ പറ്റും. നിനക്കത് വിശ്വസിക്കാൻ പറ്റത്തില്ല, പക്ഷെ അവന് നിന്നെ രക്ഷിക്കാൻ പറ്റും. നീ പറയുന്നില്ലേ ഞാനെന്താ മാറാത്തത്? ആ മാറാൻ ശ്രമിക്കുന്ന ശ്രമം നിർത്തിയിട്ട് എന്നെ മാറ്റാൻ കഴിയുന്നവനിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ നീ മാറാനായി തുടങ്ങും. അടുത്തിരിക്കുന്നവരോട് പറ, നന്നാകാൻ നോക്കുന്നത് നിർത്തിയിട്ട് പറ. കുഴപ്പമില്ല, നന്നാകാൻ നോക്കുന്നത് നിർത്തിയിട്ട്. ഒന്നും കൂടെ പറഞ്ഞേ, അയാൾ കേട്ട് കാണത്തില്ല. നന്നാകാൻ നോക്കുന്നത്, നീ സ്വയം നന്നാകാൻ നോക്കുന്നത് നിർത്തിയിട്ട് നീ സ്വയം നന്നാകാൻ നന്നാക്കാൻ കഴിയുന്നവനിൽ വിശ്വസിക്കുന്നതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഒന്നും കൂടെ പറയാം. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറയണേ, നീ സ്വയം നന്നാകാൻ നോക്കുന്നത് നിർത്തിയിട്ട് നീ സ്വയം നന്നാകാൻ നോക്കുന്നത് നന്നാക്കാൻ കഴിയുന്നവനിൽ വിശ്വസിക്കുന്നതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം സൗഭാഗ്യ ജീവിതം, കർത്താവിൻ കുഞ്ഞുങ്ങൾ ആനന്ദദായകം. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് പറഞ്ഞേ, ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാടേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാടേ. സഹോദരങ്ങളെ, നിങ്ങൾക്കും എനിക്കും സ്വയം നന്നാകാൻ പറ്റില്ലെന്ന് ആദ്യം അറിയണം. അത് നിങ്ങളെക്കാൾ മുമ്പ് ദൈവത്തിന് മനസ്സിലായെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ആമേൻ. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നീ നന്നാവില്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാമെന്ന് പറ. നീ തനിയെ നന്നാവില്ലെന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. ഒരു ഹല്ലേലൂയ കൈയടിച്ച് കർത്താവിന് പറഞ്ഞേ. നീ അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, നിന്നെ കൊണ്ട് നന്നാകാൻ പറ്റില്ല എന്ന് ദൈവത്തിന് അറിയാമെന്ന് പറ. നിന്നെ കൊണ്ട് സ്വയമായിട്ട് നന്നാകാൻ പറ്റത്തില്ലെന്ന് ദൈവത്തിന് അറിയാം. അടുത്തിരിക്കുന്നവരോട് ചോദിച്ചേ, നിനക്കത് മനസ്സിലായിട്ടുണ്ടോ ചോദിച്ചേ. നമുക്കത് മനസ്സിലായിട്ടില്ല. ഒന്നും കൂടെ പറഞ്ഞേ, സ്വയമായി എനിക്ക് നന്നാകാൻ പറ്റില്ല എന്ന് അറിയാവോ ഒന്ന് ചോദിച്ചേ. അങ്ങനെ പറഞ്ഞാൽ ശരിയാവത്തില്ല. നിന്നെ കൊണ്ട് നന്നാകാൻ പറ്റില്ല എന്ന് അറിയാവോ ഒന്ന് ചോദിച്ചേ. നമുക്കിതിപ്പോഴും അറിയത്തില്ല. നമ്മളിപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുക നന്നാകാൻ. ദൈവത്തിന്, എന്നെ സൃഷ്ടിച്ച ദൈവത്തിന് മനസ്സിലായി നീ നന്നാകൂല. ദൈവം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എന്റെ സ്വന്തം പുത്രനെ ഞാൻ അയക്കാം. ആരെങ്കിലും അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇനി പറയണത് ശ്രദ്ധിക്കണേ, ആരെങ്കിലും അവനെ വിശ്വസിക്കുന്നുവെങ്കിൽ പിന്നീട് അവർ സ്വയം നന്നാകണ്ട, അവൻ അവനെ നന്നാക്കാൻ തയ്യാറാണ്. Oh, that is a loving God. That is a call Christian life. നമ്മൾ ഈ പാസ്റ്റർമാരും അച്ഛന്മാരും ഒക്കെ പറഞ്ഞു കേട്ട്
ചില വ്യർത്ഥമായ ധാരണയിലാണ്. ഞങ്ങളെപ്പോലത്തെ ആളുകൾ ഇങ്ങനെ പ്രസംഗിച്ചത് കേട്ടിട്ടെ, ജസ്റ്റ് വന്നിട്ട് അങ്ങോട്ടും തിരിഞ്ഞു തന്നേ. ഇതൊരു വിശ്വാസിയാണ്. ഒരിക്കൽ എന്നോടൊരു പാസ്റ്റർ പറഞ്ഞ വാചകമാണ്, ഇയാൾ ഒരിക്കൽ സിനിമയ്ക്ക് പോകാൻ തുടങ്ങുക. ഇത് പാസ്റ്ററാണ്. ഇതാരാണ്? പാസ്റ്ററിൻ്റെ ഉള്ളിൽ ഭയങ്കര ഒരു ദിവസം ആഗ്രഹം വന്നു, സിനിമയ്ക്ക് പോകാൻ പോവുക. എവിടെ പോവാ? പിടിച്ചു നിൽക്കാൻ പറ്റാതെ സിനിമയ്ക്ക് പോയി. ഒന്നും എല്ലാം നടന്നിടാ. അപ്പൊ ദൈവമാണ് ഞാൻ കേട്ടോ. പുറകെ വന്നിട്ട് കോളറിന് പിടിച്ചു, നിൽക്കടാ അവിടെ, തിരിയടാ ഇങ്ങോട്ട് എന്ന് പുള്ളി പ്രസംഗിച്ചു. ഞാനും ആ പ്രസംഗം കേട്ടപ്പോൾ ഒരു തീരുമാനം എടുത്തു, ഞാനും ഇറങ്ങുമോ സിനിമയ്ക്ക്. എൻ്റെ കഴുത്തിന് പിടിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്യട്ടെ. ഞാൻ സിനിമാ ടാക്കീസിൽ പോയിരുന്നിട്ടും കർത്താവ് എൻ്റെ കഴുത്തിന് പിടിച്ചില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായ പറഞ്ഞേ? ഞാൻ വിചാരിക്കുന്ന ആ പാസ്റ്റർ പറഞ്ഞതുപോലെ കർത്താവ് വന്നിട്ട് എന്ത് ചെയ്യും? പിടിച്ചു നിർത്തും. ഇങ്ങനെ പല ധാരണകളും നമ്മുടെ തലയിലുണ്ട്. അല്ലെങ്കിൽ വന്നിട്ട് തിരിഞ്ഞു തന്നെ, എടാ ജസ്റ്റിനെ നിക്കടാ അവിടെ, എങ്ങനെ പറയും എന്നാണ് നമ്മുടെ തലയിലെ വേറൊരു ചിന്ത. നിങ്ങളൊരു ഹല്ലേലൂയ പറയാവോ? എന്നാൽ യേശുവിലേക്ക് വരുന്ന ഒരാളുടെ അകത്ത് യേശു സഹായിക്കുന്നത് അയാളുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടും. ഹൃദയത്തിൽ ദൈവം സംസാരിക്കും. അയാളുടെ ഉള്ളിൽ ഇൻസ്പിറേഷൻ നൽകും. സിനിമയ്ക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ കാര്യം ചെയ്യുമ്പോൾ ഒരു അസമാധാനം വരും. അടുത്തിരിക്കുന്നവരോട് പറ, അസമാധാനം വരും. ഞാൻ പണ്ട് എന്തെങ്കിലും കാര്യത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങണൊക്കെ മുമ്പ് പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ എന്നാ ചെയ്യുന്നറിയോ? ഞാൻ മെല്ലെ പ്രാർത്ഥനയോടെ വീട്ടിൽ നിന്ന് ഇറങ്ങും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അകത്ത് സന്തോഷം പോകുന്നു എങ്കിൽ ഞാൻ തിരിച്ചു കയറും. ഇറങ്ങുമ്പോഴും എൻ്റെ ഉള്ളിൽ സന്തോഷമാണ് ഉള്ളതെങ്കിൽ എനിക്ക് മനസ്സിലാകും അത് ദൈവം പറയുന്നതാണ്. സന്തോഷമില്ലാത്ത ഒരു കാര്യം ഞാൻ ചെയ്യാതെയായി. എന്താ നിങ്ങൾ കൈയടിക്കാത്തവരെ ഹല്ലേലൂയ പറയാതെ? എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും പഠിപ്പിക്കാം. പക്ഷേ നമ്മുടെ സബ്ജക്റ്റ് ഒത്ര വലുതാണ്. പക്ഷെ ഇന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ചതിലേക്ക് വരാം. ഉള്ളുകൊണ്ട് നന്നാവാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ഒത്തിരി പേരില്ലേ? ദൈവത്തിൻ്റെ അടി പ്രതീക്ഷിച്ചിട്ട്. യേശു വന്നത് നിങ്ങളെ തല്ലാനല്ല. യേശു നിങ്ങൾക്ക് വേണ്ടി മരിച്ചത് ഉള്ളുകൊണ്ട് നന്നാകാൻ പറ്റത്തില്ല എന്ന് തോന്നുന്ന നിങ്ങളെ സഹായിക്കാനാണ്. നിങ്ങളതിന് കൈയടിച്ചില്ലല്ലോ. ഒരു 40-45 വയസ്സിൻ്റെ പ്രായമുള്ള ആളുകളെല്ലാം ഒന്ന് എഴുന്നേറ്റ്. 40-45 പ്രായമുള്ള ആളുകൾ 50 എഴുന്നേറ്റാലും കുഴപ്പമില്ല. എനിക്ക് 52ആയി. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? അതിന് താഴെയുള്ള ആളുകൾ, 45 താഴെയുള്ള ആളുകൾ, 15 മേലോട്ടുള്ള ആളുകൾ, 10 മേലോട്ടുള്ള ആളുകൾ എഴുന്നേറ്റെ. ചെറുപ്പക്കാർ മുതൽ ആ പ്രായമുള്ള ആളുകൾ എഴുന്നേറ്റെ. നിങ്ങളുടെ ഉള്ളിൽ വൈകാരിക തലങ്ങൾ, സെക്ഷുവലായ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ പ്രവർത്തിക്കുമ്പോൾ സ്വയം എങ്ങനെ രക്ഷപ്പെടണമെന്ന് അറിയില്ല എങ്കിൽ നിങ്ങൾ വീണ്ടും തെറ്റിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ വിചാരിക്കരുത് ഞാൻ നന്നാവില്ല എന്ന് വിചാരിക്കരുത്. നിങ്ങളെ നന്നാക്കാൻ യേശുവിന് കഴിയും. ഞാൻ അഴുക്കിൽ നിന്ന് അഴുക്കിലേക്ക് പോകുമെന്ന് പറയല്ലേ. നിങ്ങൾക്ക് സ്വയം നന്നാകാൻ കഴിയില്ലെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോഴാണ് നിങ്ങൾ സ്വയം നന്നാകാൻ കഴിയാത്ത നിങ്ങളെ സഹായിക്കാൻ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് ദൈവം അയച്ചത്. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്, ശബ്ദം ഹല്ലേലൂയ പറഞ്ഞാട്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ഞാനൊരിക്കലേ ഒരു കുഞ്ഞു പാലത്തിലൂടെ നടക്കുമായിരുന്നു. ഏതൊരു സ്ഥലത്ത് പോയതാ. എൻ്റെ അന്നമോളോ ജോഹമോനോ എൻ്റെ കൂടെ ഉണ്ട്. ആ പാലത്തിലൂടെ കയറാൻ തുടങ്ങിയപ്പോഴേ കുഞ്ഞുങ്ങൾ പറഞ്ഞു, ഞാൻ കയറത്തില്ല, ഞാൻ വീഴും. ഞാൻ എന്നാ ചെയ്തെന്നറിയോ? അന്നമോള് വാ, ഞാൻ അവളെ മുമ്പിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, അപ്പ പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞേ പറ.
അപ്പ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു എല്ലാം നമുക്ക് അപ്പം നടക്കുന്നതിൻ്റെ കൂടെ അങ്ങ് നടന്നാൽ മതി. അതാണ് നമ്മുടെ സ്വർഗീയ പിതാവ്. അടുത്തിരിക്കുന്നവരോട് പറഞ്ഞേ, എൻ്റെ അപ്പ പിടിച്ചിട്ടുണ്ട്. ഒന്നുറക്കെ പറ, എൻ്റെ അപ്പ പിടിച്ചിട്ടുണ്ട്. ഞാൻ പിടിച്ചിട്ടുണ്ടെങ്കിൽ വീഴാതെ നോക്കേണ്ട ഉത്തരവാദിത്വം ഞാനല്ല, പിടിച്ചയാളാണ്. പിടിച്ചയാളിൽ വിശ്വസിക്കുകയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കൊച്ചു കുഞ്ഞുങ്ങളെ കണ്ടിട്ടുണ്ടോ? ഞാൻ കൊച്ചു കുഞ്ഞുങ്ങളെ സ്ലാബിന്റെ മേളിലെ കുറച്ച് പൊക്കത്തിലിരുത്തിയിട്ട് ചാടാൻ പറയും. നിങ്ങൾ ചെയ്യിച്ചിട്ടുണ്ടോ? അവരൊന്നും നോക്കത്തില്ല, പറക്കുന്ന പോലെ ചാടിക്കളയും. പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വേറെ ആരെങ്കിലും കയറ്റി നിർത്തിയിട്ട് കുഞ്ഞുങ്ങളോട് ചാടാൻ പറഞ്ഞാൽ ചാടത്തില്ല. കാരണം കുഞ്ഞുങ്ങൾക്ക് പേടിയാണ്. അപ്പനും അമ്മയും ചാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ എവിടുന്ന് വേണേ ചാടും. കാരണം അവർക്ക് ഒരു കാര്യം അറിയാം, ചാടാൻ പറഞ്ഞയാള് എൻ്റെ അപ്പയാണ്, പിടിക്കാമെന്ന് പറഞ്ഞയാള് എൻ്റെ അപ്പയാണ്. ഓ, നിങ്ങൾ കൈ അടിച്ചില്ല, ആമീൻ പറഞ്ഞില്ല. നിന്നെ കരുതാമെന്ന് പറഞ്ഞയാള് കർത്താവാണ്. വീഴാതെ നിർത്താമെന്ന് പറഞ്ഞത് യേശുവാണ്. Come on, എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. നിന്നെ വീഴാതെ നിർത്താമെന്ന് പറഞ്ഞത് എൻ്റെ അപ്പയാണ്. അവിടെ കുഞ്ഞുങ്ങളെ, ഞാൻ നിങ്ങളെ പോലെ ആയിരുന്നു, അഴുക്കിലായിരുന്നു, തെറ്റായ ചിന്തകളിലാ ജീവിച്ചിരുന്നത്. എനിക്ക് മോശ സ്വഭാവത്തിൽ നിന്ന് സ്വയം രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സുമടുത്ത് പ്രാർത്ഥന വേണ്ടാന്ന് പോലും ഞാൻ ചിന്തിച്ചയാളാണ്. എന്നെ എന്നാൽ യേശു രക്ഷിച്ചു. അത് രക്ഷിക്കുന്നത് എങ്ങനെയാന്ന് എനിക്ക് മനസ്സിലായതാണ് രക്ഷപ്പെടാൻ കാരണമായത്. രക്ഷിക്കുന്നത് എങ്ങനെയാന്ന് കേൾക്കാൻ വേണ്ടിയാണ് എല്ലാ ഞായറാഴ്ചയും നിങ്ങൾ പള്ളി വരേണ്ടത്, എല്ലാ ആരാധനയും കൂടേണ്ടത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശുവിനോടൊപ്പം നടക്കാൻ തുടങ്ങിയ സകല നന്മകളും നിങ്ങളുടെ പുറകെ വരും. നന്മകൾക്ക് വേണ്ടി നിങ്ങൾ പള്ളി വരണ്ട. നന്മകൾ നിനക്കുള്ളതാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന, ദൈവത്തോട് കൂടെ നടക്കുന്ന സകലർക്കും ഉള്ളതാണ് നന്മകൾ. നിങ്ങൾക്ക് വേണ്ടത് അവനുമായുള്ള ബന്ധമാണ്, അവനുമായുള്ള ജീവിതമാണ്. ആ കാര്യം അടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരാളുടെ മുഖത്ത് നോക്കി പറ, വീഴാതെ വണ്ണം, നീ വീണു പോകാതെ വണ്ണം പറ. സഹോദരങ്ങളെ, നിങ്ങൾ പറ, അടുത്തിരിക്കുന്ന ആളെ നോക്കിയിട്ട് പറ, നിങ്ങൾ വീഴാതെ വണ്ണം, നിങ്ങൾ തെറ്റിപ്പോകാതെ വണ്ണം ഒരു കരം നിങ്ങളെ പിടിച്ചിട്ടുണ്ടോ? ഓ, കൈകൾ അടിച്ചു ഹല്ലേലൂയ പറ. നിങ്ങൾ വീഴാതെ വണ്ണം ഒരു കരം നിങ്ങളെ പിടിച്ചിട്ടുണ്ടോ? അതിന്റെ പേരാണ് ക്രിസ്തീയ ജീവിതം. ഞാൻ വിശ്വാസത്തിൽ വരുമ്പോൾ ആളുകൾ പറയായിരുന്നു, നന്നായി ജീവിക്കാൻ ശ്രമിച്ച് ജീവിതം നന്നായി ജീവിക്കാൻ ശ്രമിച്ച് സ്വർഗത്തിൽ പോകാൻ ശ്രമിക്കണം. ഞാൻ നന്നായി ജീവൻ ശ്രമിക്കാം. അപ്പൊ ഞാൻ എൻ്റെ ഉള്ളിൽ പറയും, ഞാൻ ഇത്രയും ദിവസം നന്നാവാൻ നോക്കിയിട്ട് പറ്റാതിരിക്കും. അങ്ങേരപ്പം ഇവരിന്ന് പറയുന്നത് നന്നാവാൻ പറ്റണില്ല. നിങ്ങൾക്ക് എൻ്റെ കൂടെ വരാൻ പറ്റിയോ? പിന്നീടാ മനസ്സിലായേ, പള്ളി എന്ന് പറയുന്നത് വടിയെടുത്ത് നന്നാക്കുന്ന സ്ഥലമല്ല. പകരം പള്ളി എന്ന് പറയുന്നത് നന്നാകാൻ പറ്റാത്തവർക്ക് നന്നാകാൻ കഴിയുന്ന സ്ഥലമാണ്. നിങ്ങൾക്ക് സ്വയം പറ്റുന്നില്ലേ? നിന്റെ അപ്പ നിന്റെ കൂടെ ഉണ്ട്. ഡി മൈനർ വായിക്കാം. ഡി മൈനർ. ഞാൻ എഴുതിയ പാട്ടിന്റെ വരികൾ ഓർമ്മ വരുമോ? എന്നപ്പ കരുതും പോലെ, എന്നപ്പ കരുതും പോലെ ആരുണ്ട് ഈ ലോകത്തിൽ എന്നെ കരുതാൻ? ആരുണ്ട് ഈ ലോകത്തിൽ എന്നെ കരുതാൻ?
ആരുമില്ലേ, 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 ആരുമില്ലേ. ഓ അപ്പ കരുതും പോലെ, എന്നപ്പ കരുതും പോലെ, അപ്പ കരുതും പോലെ, എന്നപ്പ കരുതും പോലെ. ആരുണ്ട് ഈ ലോകത്തിൽ എന്നെ കരുതാൻ? ആരുണ്ട് ഈ ലോകത്തിൽ എന്നെ കരുതാൻ? ആരുമില്ലേ, 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 ആരുമില്ലേ. ഓ രാത്രിയിൽ അഗ്നിസ്തംഭം, പകലോ മേഘസ്തംഭം, എന്നെ നടത്തുവാനവൻ വന്നല്ലോ. രാത്രിയിൽ അഗ്നിസ്തംഭം, പകലോ മേഘസ്തംഭം, എന്നെ നടത്തുവാനവൻ വന്നല്ലോ. ഓ കാക്കയെ അയച്ചു ഭക്തനെ പോറ്റി, ഓ കാക്കയെ അയച്ചു ഭക്തനെ പോറ്റി. എന്നും തന്റെ നീതിമാനെ കരുതി, എന്നും തന്റെ നീതിമാനെ കരുതേ. ഓ യേശുവെ പോലെ ആരുമില്ലേ, എന്നപ്പ പോലെ ആരുമില്ലേ. ഒരിക്കൽ കൂടെ അങ്ങേ പോലെ ആരുമില്ലേ. ഓ യേശുവെ പോലെ ആരുമില്ലേ. ഒരിക്കൽ കൂടെ യേശുവെ പോലെ ആരുമില്ലേ. ഓ യേശുവെ പോലെ ആരുമില്ലേ. എന്നെ കരുതുന്ന യേശുവിനെ പോലെ ഈ ലോകത്തിലെ ആരുമില്ല. നിന്റെ അപ്പൻ മാറാം, നിന്റെ അമ്മ മാറാം, നിന്റെ സ്നേഹിതർ മാറാം, നിന്റെ ചുറ്റുപാടുമുള്ളവർ മുഴുവൻ മാറാം. പക്ഷേ വീഴാതെ കരുതുന്ന ഒരുവനുണ്ട്, വീഴാതെ പരിപാലിക്കുന്ന ഒരുവനുണ്ട്. അവന് വരെ യേശുവെ